بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قال الإمام السعدي رحمه الله: الحديث الثالث، മൂന്നാമത്തെ حديث. قال عن تميم الداري رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: الدين النصيحة، الدين النصيحة، الدين النصيحة. قالوا: لمن يا رسول الله؟ قال: لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ 55-ാമത്തെ ഹദീസായിട്ടാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. അൻ തമീം الداري رضي الله عنه. തമീം ഇബ്നു ഔസ് അദ്ദാരി അശ്ശാമി. അബൂമൻ, കുനിയത്ത് എന്താണ്? അബൂ റുഖയ്യ. അബൂ റുഖയ്യ തമീം ഇബ്നു ഔസ് അദ്ദാരി അശ്ശാമി رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: الدين النصيحة. ദീൻ ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു. അദ്ദീനു നസീഹ. ഖാലു ലിമൻ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് ചോദിച്ചു, ആരോടാണ്? അല്ലാഹുവിന്റെ റസൂൽ ആരോടാണ് നസീഹത്ത്? ഖാല ലില്ലാഹ്. റസൂൽ പറഞ്ഞു, ഏറ്റവും ആദ്യം അല്ലാഹുവിനോടാണ്. വലി കിതാബി, അവന്റെ കിതാബിനോടും, വലി റസൂലിഹി, അവന്റെ റസൂലിനോടും, വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, മുസ്ലിമീങ്ങളുടെ ഇമാമുമാരോട്, പിന്നെ ആമത്തുന്നാസ്, പൊതുജനങ്ങളോട്. ഫി ഹാദൽ ഹദീസ് യുബയ്യിനു അലൈഹി സ്വലാത്തു വസ്സലാം അഹമ്മിയത്തുൻ നസീഹ. നസീഹത്തിന്റെ പ്രാധാന്യത്തെ ആണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടുള്ളത്. വഅന്ന നസീഹ തഖൂമു മഖാമദ്ദീൻ. ദീനിന്റെ സ്ഥാനത്താണ് നസീഹത്ത് നിൽക്കുന്നത്. അപ്പൊ നസീഹത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ദീനില് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീൻ എന്നാൽ അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അദ്ദീനു നസീഹ. معنى أن الدين أي دين العبد لا يتم ولا يكتمل إلا بأداء هذا الحق العظيم الذي هو النصيحة. ഒരു വ്യക്തിയുടെ, ഒരു അടിമയുടെ ദീന് പൂർണ്ണമാകുകയില്ല, അത് പൂർത്തീകരിക്കപ്പെടുകയില്ല ഈ മഹത്തായ ബാധ്യത അവൻ നിർവഹിക്കുന്നത് വരെ. അതെന്താണ്? നസീഹത്തുണ്ടായിരിക്കുക അള്ളാഹുവിനോടും അവന്റെ കിതാബിനോടും അവന്റെ റസൂലിനോടും മുസ്ലിം ഭരണാധികാരികളോടും പൊതുജനങ്ങളോടും. അപ്പൊ അതൊരുവൻ പൂർത്തീകരിക്കുന്നത് വരെ അവന്റെ ദീൻ പൂർണ്ണമാകുന്നതല്ല. വാസ്ലുൻ നസീഹ വഹാദിൽ കലിമ മഖൂദ മിനൻ നുസ്ഹ്. നുസ്ഹ് എന്ന് പറയുന്ന കലിമയിൽ നിന്നാണ് നസീഹ എന്നുള്ളത് എടുക്കപ്പെട്ടുള്ളത്. നുസ്ഹ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അൽ ഖുലൂസ് എന്നാണ് അർത്ഥം. അൽ ഖുലൂസ്, അൽ ഖുലൂസ്. ഫയുഖാലു നസഹ്തുൽ അസല ഇദാ ഖല്ലസ്തഹു വസഫൈതഹു മിനശ്ശം ഔ മിനശ്ശം വമിൻ ശവാഇബ്. ഒരാൾ പറയാണ് നസഹ്തുൽ അസൽ, ഞാൻ അസലിനെ നസീഹത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് തേനിനെ നസീഹത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഐ ഖല്ലസ്തുഹു വസഫൈതഹു മിനശ്ശം, അതായത് തേൻ എടുക്കുമ്പോൾ അതിന്റെ ആ മെഴുക്ക്, അതിൽ നിന്ന് തേനിനെ ശുദ്ധീകരിച്ചെടുത്തു എന്നാണ് അർത്ഥം. ഇപ്പോ നുസ്ഹ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് നസീഹത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എല്ലാ തരത്തിലുള്ള മോശമായ കാര്യങ്ങളിൽ നിന്ന് ആ തേനിനെ വേർതിരിച്ചെടുക്കുക, അതിനാണ് നസഹ്തുൽ അസൽ എന്ന് പറയാം. അപ്പൊ ഭാഷയില് നുസ്ഹ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ശുദ്ധീകരിക്കുക.
فالناصح لا يكون ناصحا حتى تكون خالصا من أمراض القلب أولا. ഇപ്പൊ നസീഹത്ത് നൽകുന്നവൻ ഒരു നാസിഹ്, അവനൊരു നാസിഹായി തീരുന്നതല്ല ഇതുവരേക്കും ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അവൻ മുക്തനാകുന്നത് വരേക്കും. അന്നാസിഹു ലാ യകൂനു നാസിഹൻ ഹത്താ യകൂന ഖാലിസൻ മിൻ അംറാദിൽ ഖൽബ്. ഏറ്റവും ആദ്യം അവന്റെ കൽബ് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം. എന്തൊക്കെയാണ് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ? ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് ശാരീരികമായിട്ടുള്ള രോഗമല്ല അവിടെ ഉദ്ദേശം, നേരെ മറിച്ച് ആന്തരികമായിട്ടുള്ള രോഗങ്ങളാണ്. അതായത് മിനൽ ഗിഷ്, അതുപോലെ തന്നെ മിനൽ ഖിയാന, ചതി, വഞ്ചന, വൽ ഖദീഅ, മക്ർ, കുതന്ത്രം, അത്തരത്തിലുള്ള ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അവന്റെ ഹൃദയം മുക്തമായിരിക്കണം, ശുദ്ധിയായിരിക്കണം. ഏറ്റവും ആദ്യം ഒരു നസീഹത്ത് നൽകുന്നവന്റെ. حتى يكون خالصا من أمراض القلب أولا من الغش والخيانة والخديعة والمكر وغير ذلك. فالنصيحة لا تتأتى إلا من كان قلبه سليما من أمراض القلوب. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഒരുവന്റെ ഹൃദയം സുരക്ഷിതമായിരുന്നാലല്ലാതെ ആ നസീഹത്തിന് ഫലമുണ്ടായിരിക്കുന്നതല്ല. വലിദാ ഫഇന്ന അൻ-നസീഹ ബയ്യന അലൈഹി സ്വലാത്തു വസ്സലാം അന്നഹ അദ്ദീൻ കുല്ലഹ്. അതോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയത്, നസീഹത്ത് എന്നാൽ അത് ദീന് മൊത്തമാണ്. ദീന് പൂർണ്ണമായും നസീഹത്താണ്. അദ്ദീനു അൻ-നസീഹ, ദീൻ എന്നാൽ അത് നസീഹത്താണ്. അപ്പൊ നാസിഹിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബ് എന്തായിരിക്കണം? എല്ലാ തരത്തിലുള്ള ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം. അപ്പൊ അവന്റെ നസീഹത്ത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നസീഹത്ത് കൊടുക്കപ്പെടുന്നവന് അതുകൊണ്ട് ഖൈറുണ്ടാകണം എന്നാണ്. നേരെ മറിച്ച് അവനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ആയിരിക്കരുത് അവന്റെ ഉദ്ദേശം. ثم بين عليه الصلاة والسلام لمن تكون هذه النصيحة. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി ആരോടാണ് ഈ നസീഹത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഖാല ലില്ലാഹ്, ഏറ്റവും ആദ്യം അല്ലാഹുവിനോടാണ്. വന്നസീഹത്തു ലില്ലാഹ് ജല്ല വഅല അൻ യകൂനൽ അബ്ദു നാസിഹൻ ഫി അമലിഹി. അല്ലാഹു തആലയോട് എങ്ങനെയാണ് നസീഹത്ത് ഉണ്ടായിരിക്കുക? ഒരടിമ അവൻ ചെയ്യുന്ന അമലിൽ അല്ലാഹുവിനോട് നാസിഹായിരിക്കും. വഫീമാ യതഖറബു ബിഹി ഇലല്ലാഹ് ഇലാ റബ്ബിഹി ജല്ല വഅല. അല്ലാഹു തആലയോട്, അവന്റെ റബ്ബിനോട് സാമീപ്യം തേടുന്ന അവൻ ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകളിൽ അവൻ എന്തായിരിക്കണം? അല്ലാഹുവിനോട് നസീഹത്തുള്ളവനായിരിക്കണം, നാസിഹായിരിക്കണം. ഫയകൂനു മുഖ്ലിസൻ ലില്ലാഹ് ജല്ല വഅല ബഈദൻ അനി ശിർക്ക് വൽ ബിദഅ والرياء والسمعة صادقا في عمله. പവൻ അവന്റെ അമലിൽ അല്ലാഹു തആലയോട് ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം, മുഖ്ലിസായിരിക്കണം. ശിർക്കിനെ തൊട്ടും ബിദഅത്തുകളെ തൊട്ടും റിയാഇനെ തൊട്ടും, ലോകമാന്യത, അതുപോലെ തന്നെ സുംഅ, പ്രശസ്തി, അത്തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് അവനും നിഷ്കളങ്കനായിരിക്കണം. ആ കാര്യത്തിൽ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം. ഫസ്വാദിഖൻ ഫി അമലി, അവന്റെ അമലിൽ സത്യസന്ധനായിരിക്കണം. യബ്തഗി ബിഅമലിഹി മർദാത റബ്ബിഹി സുബ്ഹാനഹു വതആല, അവന്റെ റബ്ബിനെ തൃപ്തിയായിരിക്കണം അവൻ ആഗ്രഹിക്കേണ്ടത് തന്റെ അമലിലൂടെ. അങ്ങനെയാണ് അല്ലാഹു തആലയോടുള്ള നസീഹത്ത്. അല്ലാഹു തആലയോടുള്ള നസീഹത്ത് എങ്ങനെയാണ്? ഒരടിമ അവന്റെ അമലിൽ അള്ളാഹുവിനോട് നാസിഹായിരിക്കുക, നസീഹത്തുള്ളവനായിരിക്കുക എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം. അമലിൽ ശിർക്കോ ബിദഅത്തോ അല്ലെങ്കിൽ റിയാഓ അല്ലെങ്കിൽ സുംഅ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം.
അവന്റെ അമലിൽ അവൻ സത്യസന്ധനായിരിക്കണം. ആ അമൽ കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നത്, തേടുന്നത് അല്ലാഹു തആലയുടെ തൃപ്തിയായിരിക്കണം. അതാണ് അല്ലാഹു തആലയോടുള്ള നസീഹത്ത്. ഖാല ലില്ലാഹി വലി കിതാബി, അല്ലാഹുവിന്റെ കിതാബിനോട്, ഖുർആനിനോട് എങ്ങനെയാണ് നസീഹത്ത്? വന്നസീഹത്തു ലികിതാബില്ലാഹി ജല്ല വഅല, ഏറ്റവും ആദ്യം യുഅ്മിൻ അന്ന ഹാദൽ ഖുർആന കലാമുല്ലാഹ് ജല്ല വഅല അൽ മുനസ്സൽ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദ്യം വിശ്വസിക്കേണ്ടത് അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ എന്നവൻ വിശ്വസിക്കണം. വയഅമലു മാ യുഅ്മറു ബിഹി ഫി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ പറയപ്പെട്ട കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അവൻ അമൽ ചെയ്യണം. വയൻതഹി അമ്മാ നുഹിയ അൻഹു ഫി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ വിരോധിക്കപ്പെട്ടതിൽ നിന്ന് അവൻ ഒഴിയാതിരിക്കണം, അത് അവസാനിപ്പിക്കണം. വയതഖല്ലഖു ബി അഖ്ലാഖിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടവൻ തന്റെ അഖ്ലാഖായി ഖുർആനിനെ അവൻ സ്വീകരിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖിനെ സംബന്ധിച്ച്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ ഖുലുഖ് അതെന്തായിരുന്നു? ഖുർആനായിരുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വബശ്ശിരിൽ ലദീന വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാതി അന്ന ലഹും അജ്റൻ കബീറ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നതാണ് ഖുർആൻ. അപ്പൊ അതായിരിക്കണം അവന്റെ ഖുലുഖ്. അപ്പോൾ ഇതെല്ലാം കിതാബിനോട്, അല്ലാഹു തആലയുടെ കിതാബിനോടുള്ള നസീഹത്തിൽ പെടുന്നതാണ്. ആ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ടതാണ്. ആ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യുക, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ആ ഖുർആനിനെ അവന്റെ ഖുലുഖായിക്കൊണ്ട് അവൻ സ്വീകരിക്കുക. ഖാല വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്ത്. വന്നസീഹത്തു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യകൂന അൽ അബ്ദു മുതാബിഅൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവനായിരിക്കുക. ഫീമാ യഅതി വഫീമാ യദർ ഫീമാ യതഖറബു ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയ എല്ലാ കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അവൻ തഖറബ് തേടുമ്പോൾ, സാമീപ്യം തേടുമ്പോൾ ആ കാര്യങ്ങളെ കൊണ്ടാണ് അവൻ തഖറബ് തേടേണ്ടത്. യകൂനു മുംതസിലൻ അവാമിറ നബിയിഹി മുജ്തനിബൻ അന്നവാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നവനുമായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്ത്. വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമമാരോട്, നേതാക്കന്മാരോട്, അതായത് ഭരണാധികാരികളോടും ഉലമാക്കളോടും ഉമറാക്കളോടുമുള്ള നസീഹത്ത്. ബിലുസൂമി ജമാഅത്തിൽ മുസ്ലിമീൻ, വന്നസീഹത്തു ലിഅയിമ്മത്തിൽ മുസ്ലിമീൻ ബിലുസൂമി ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ മുറുകെ പിടിക്കുക, മുസ്ലിങ്ങൾ ജമാഅത്തിൽ നിന്ന് വേർപെട്ടു പോകാതിരിക്കുക. വൽ ഹദർ മിനൽ ഖുറൂജി അലൈഹി, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് നടത്താതിരിക്കുക. വമാ യുസബ്ബിബുൽ ഫൗദ വസഅസഅത്തുൽ അംൻ, അതായത് നിർഭയത്വത്തിന് അളക്കം തട്ടുന്ന കലാപങ്ങളിലേക്കും മറ്റൊക്കെ എത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതെല്ലാം മുസ്ലിം ഭരണാധികാരികളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അവസാനത്തത് ആമത്തിഹിം, പൊതുജനങ്ങളോടുള്ള നസീഹത്ത്. അയ്ലി ആമത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ സാധാരണ പൊതുജനങ്ങളോടുള്ള നസീഹത്ത്. വദാലിക ബിബദ്ലി നസീഹ ലഹും, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, നസീഹത്ത് കൊടുക്കുക. വഅൻ യുഹിബ്ബൽ അബ്ദു ലി അഖീഹിൽ മുസ്ലിമി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി മിനൽ ഖൈർ, അത് ജനങ്ങളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്ന ഖൈറായ കാര്യങ്ങൾ തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുക. കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബുഹു ലിനഫ്സിഹി ഔ മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരുവൻ മുഅ്മിനാകുന്നതല്ല, അഥവാ അവന്റെ ഈമാൻ പൂർത്തിയാകുന്നതല്ല, പൂർണ്ണമാകുന്നതല്ല.
وقد قال النبي صلى الله عليه وسلم عندما بايعه جرير بن عبد الله رضي الله عنه قال بايعت رسول الله صلى الله عليه وسلم على إقام الصلاة وإيتاء الزكاة والنصح لكل مسلم. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, നമസ്കാരം നിലനിർത്തുന്നതിലും സക്കാത്ത് നൽകുന്നതിലും ഇഖാമുസ് സ്വലാ വ ഈതാഉസ് സക്കാ വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, മൂന്നാമത്തത് എല്ലാ മുസ്ലിമീങ്ങളോടും നസീഹത്ത് ഉണ്ടായിരിക്കുന്ന കാര്യത്തിലും അവര് ബൈഅത്ത് ചെയ്തു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നുസ്ഹിന്, അതായത് മുസ്ലിമീങ്ങളോട് നസീഹത്തുള്ള ആളായിരിക്കുക എന്നതിന് ഇസ്ലാമിന്റെ റുക്നുകളുടെ കൂട്ടത്തിലാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇഖാമുസ് സ്വലാ അത് ഇസ്ലാമിന്റെ റുക്നാണ്, നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. അതുപോലെ ഈതാഉസ് സക്കാ, സക്കാത്ത് നൽകുക എന്നുള്ളത് ഇസ്ലാമിന്റെ റുക്നാണ്. അതിന്റെ കൂട്ടത്തിലാണ് വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങളോടും നസീഹത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. ഫദല്ല അലാ അഹ്മിയത്തി നസീഹ, നസീഹത്തിന്റെ പ്രാധാന്യത്തെയാണത് സൂചിപ്പിക്കുന്നത്. ولا بد أن يكون الناصح كما قلنا صادقا في نصيحته يبتغي بنصيحته المثوبة والأجر من الله سبحانه وتعالى. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാസിഹ്, നസീഹത്ത് നൽകുന്നവൻ അവന്റെ നസീഹത്തിൽ സത്യസന്ധനായിരിക്കണം, സ്വാദിഖായിരിക്കണം. ആ നസീഹത്ത് കൊണ്ട് അവൻ തേടേണ്ടത്, ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രമേ അതുകൊണ്ട് അവൻ പ്രതിഫലം ആഗ്രഹിക്കാൻ പാടുള്ളൂ. ലൽ ഫളീഹ വലാ തതബ്ബഅ ഔറാത്തിൻ നാസ് വലാ തതബ്ബഅ അഖ്താഅഹും ഫഇന്ന ഹാദാ ലാ യുഅ്തബർ മിൻ നസീഹ. നേരെ മറിച്ച് നസീഹത്ത് കൊടുക്കുന്നവൻ, ആ നസീഹത്ത് കൊടുക്കപ്പെടുന്ന ആളുടെ രഹസ്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ രഹസ്യങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ അവന്റെ പോരായ്മകൾ ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കുക, അവന്റെ തെറ്റുകൾക്ക് പിന്നാലെ പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യരുത്. അത്തരത്തിലുള്ള പ്രവൃത്തി നസീഹത്തായി പരിഗണിക്കപ്പെടുകയില്ല, അത് നസീഹത്തല്ല. വന്നാസിഹു യുഹിബ്ബുൽ ഖൈർ ലി അഖീഹി അൽ മുസ്ലിം. ഒരു നാസി എന്ന് പറഞ്ഞാൽ അവൻ തന്റെ മുസ്ലിമായ സഹോദരന് ഖൈർ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. വലിഹാദാ യഫ്റഹ് അൻ യറാ അഖാഹുൽ മുസ്ലിം അലാ ഖൈറിൻ മുഖ്ബിലൻ അൽ ഖൈർ യഫ്റഹു ലിനഫ്സിഹി കമാ യഫ്റഹു ലിഇഖ്വാനി. തന്റെ മുസ്ലിമായ സഹോദരൻ അവന് ഖൈറിലേക്ക് മുന്നേറുന്നത് കാണുമ്പോൾ അവൻ സന്തോഷിക്കും. സ്വന്തം നഫ്സിന് അത് സന്തോഷം ഉണ്ടാക്കുന്നത് പോലെ തന്നെ തന്റെ സഹോദരൻ അത് ഖൈറിലേക്ക് മുന്നേറുന്നത് കാണുമ്പോൾ അത് സന്തോഷമുണ്ടാക്കും. അതാണ് നസീഹത്തിന്റെ മഅന. കമാ ബയ്യനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദൽ ഹദീസ്. വഇദാ ഫശത്തിൻ നസീഹ ബൈനൻ നാസ് ബൈന ഔസാത്തിൽ മുസ്ലിമീൻ ഫഇന്നഹു സയഉമുൽ ഖൈർ ഫിൽ മുജ്തമഅ. അങ്ങനെ ജനങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ നസീഹത്ത് വ്യാപകമായി കഴിഞ്ഞാൽ, അതായത് എല്ലാവരും പരസ്പരം നസീഹത്തുള്ളവരായി കഴിഞ്ഞാൽ ആ സംഘത്തിൽ മൊത്തമായി കൊണ്ട് ഖൈർ പ്രചരിക്കുന്നതാണ്. വസയഖില്ലു ശർ, ഷർ കുറയും. അതേപോലെ തന്നെ വസയഖില്ലു അഹ്ലു ഷർ, ഷറിന്റെ ആളുകളും കുറയും. ഫന്നസീഹത്തു ലഹ അഹ്മിയത്തുൻ അദീമ ഫീ ദീനില്ലാഹി ജല്ല വഅല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നസീഹത്തിന് വളരെ വലിയ ഉന്നതമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നസ്അലുല്ലാഹ അസ്സ വജൽ അൻ യുവഫിഖനാ ലിമാ യുഹിബ്ബു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.